തോന്നിവാസമാണ്. ശബ്ദിക്കണമായിരുന്നു. എവിടെയായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത്? സർക്കാരിന്റെ നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് നിലവിലുള്ള LDF സർക്കാരാണ് കോർപ്പറേറ്റ് ആശുപത്രികളിൽ ജോലി ചെയ്യാം. താലിമാല വരെ പണയം വെച്ചിട്ടാണ് ഓരോ കുടുംബങ്ങളും ചികിത്സ നടത്തിയത്. തിന്മ കണ്ടപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ രോഗികളുള്ള ഒരു സ്ഥലമാണിത്. വികൃതമാക്കപ്പെട്ട രൂപം ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട സമരമാണ്. ഈ പണി സ്റ്റോപ്പ് ചെയ്തു. ഹലോ ഫാമിലി, ഓക്കെ ബ്രോ എന്ന നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറെ കാലങ്ങളായി കാസർഗോഡിലെ ജനങ്ങളും കാസർഗോഡ് ജില്ലയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ അവഗണനകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി കാസർഗോഡ് ജനങ്ങളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് മിസ്റ്റർ ഖാദർ കരിപ്പൊടി സർ, വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സർ. പല ആളുകളും പല ജനപ്രതിനിധികളും കണ്ണടയ്ക്കുന്ന ഒരു സ്ഥലത്താണ് സാർ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. അതിന് വലിയൊരു ഹാൻഡ്സ് ഓഫ്. എന്തായിരുന്നു ഇതിനുള്ള ഒരു പ്രചോദനം? ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി ആ ഒരു ധൈര്യം, ആ ഒരു പ്രചോദനം എന്തായിരുന്നു അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തതെന്ന് പറയുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാരണം 27ന്റെ പരിപാടിയിലേക്ക് എല്ലാവരും എത്തും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഞാൻ നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയ സമയം മുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജനം ഇത് എല്ലാ അർത്ഥത്തിലും എടുക്കണം. എങ്ങനെ എടുക്കണമെന്ന് അറിയോ? ഞാൻ ഇന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥിയെ എത്രത്തോളം സ്വീകരിക്കുമോ ആ രീതിയിൽ ഈ സമരത്തെ കാണാം. കാരണം ഈ സമരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അതിഥിയാണ്. കാരണം ജനങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് കാത്തു വെക്കുന്ന മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വലിയൊരു സമരം നടത്തണം. ആ സമരത്തെ നിങ്ങൾ ഒരു അതിഥിയായി കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദഹിച്ചു എന്ന് വരില്ല. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. കാസർഗോഡ് ജില്ലയിലെ ഇന്ന് എൻമകജ പഞ്ചായത്തിലുള്ള ആളുകളെയോ പുത്തിക പഞ്ചായത്തിലുള്ള ആളുകളെയോ ബദിയടുക്ക പഞ്ചായത്തിലുള്ള ആളുകളുടെയോ അല്ല, കാസർഗോഡ് ജില്ലയുടെ സമരമാണ്. കാരണം ഇതിനു മുമ്പ് ഇവിടെ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള സമരമാണ്. ഞാൻ ഈ സമരത്തെ ഒരു റൂട്ട് മാറ്റി വിട്ടിരിക്കുകയാണ്. കാരണം ഇത് ഇവിടെ കിടക്കേണ്ട ഒരു സമരമല്ല, ഇത് ജില്ല മൊത്തം വ്യാപിക്കേണ്ട സമരമാണ്. കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട സമരമാണ് എന്നുള്ളൊരു ടോണിലേക്ക്. അപ്പൊ ഞാൻ വലിയൊരു പ്രതീക്ഷയിലാണ്. കാരണം നേരത്തെ നിങ്ങൾ ഉദ്ദേശിച്ച പ്രതീക്ഷിക്കാത്തത് എന്താണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിനെ പിന്തുണച്ച് തെരുവിലിറങ്ങുന്നു എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് സംഭവിക്കണം. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ നിലവിലെ സ്ഥിതി ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചുരുക്കി പെട്ടെന്ന് തന്നെ പറഞ്ഞത്, നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുന്നത് 2012 13 മെഡിക്കൽ കോളേജിന് തറക്കല്ലിടുന്നത്. UDF ഭരണകാലത്തിലാണ് മെഡിക്കൽ കോളേജ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ ആ ഭരണം തീരുന്നതിന് മുൻപ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മെഡിക്കൽ കോളേജ് പോയില്ല. പിന്നീട് ഭരണത്തിൽ വന്നത് നിലവിലുള്ള LDF സർക്കാരാണ്. LDF സർക്കാർ 2018 ഇതിന്റെ പണി തുടങ്ങി 2020 ഈ പണി സ്റ്റോപ്പ് ചെയ്തു. അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഈ പണി സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. ആ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ടെൻഡർ ഉണ്ടായിരുന്നു. ആ കരാറുകാരനായിട്ടുള്ള തുളസി കൺസ്ട്രക്ഷൻ, അവർക്ക് കൃത്യമായിട്ട് സർക്കാർ ഫണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവരതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്റ്റേ കൊടുക്കുകയും ചെയ്യും. അതായത് അയാളുടെ പൈസ ക്ലിയർ ചെയ്യാതെ ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് പണി തുടങ്ങാൻ പറ്റും. അപ്പോ സർക്കാരിന് അയാളുടെ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഏകദേശം ഒരു ഇന്നർ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യും എന്നുമാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. കാരണം നമ്മുടെ ഇവിടെ നടക്കുന്ന പല പല സർക്കാരിന്റെ പരിപാടികൾ തന്നെ വലിയ 100 കോടിയും 200 കോടിയും ഒക്കെ ചെലവിട്ടിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ കേരളത്തില് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യ തന്നെ ചർച്ച ചെയ്ത എൻഡോസൾഫാൻ രോഗികളുള്ള ഒരു സ്ഥലമാണിത്. വികൃതമാക്കപ്പെട്ട രൂപം, അവരുടേതല്ലാത്ത തെറ്റിന്റെ പേരിൽ കിട്ടിപ്പോയിട്ടുള്ള കുറെ കുട്ടികൾ, ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്ന, ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു എയിംസ് തന്നെ കിട്ടേണ്ട ഒരു സ്ഥലം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റേജ്. അപ്പൊ ഈ സ്റ്റേജ് മാറണം, പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങണം. ഇതാണ് സമരത്തിന്റെ ഉദ്ദേശം. 13 വർഷമായിട്ട് ഒരു കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് സർക്കാരിന്റെ അനാസ്ഥയാണോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റു എന്തെങ്കിലും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ?
വളരെ പെട്ടെന്ന് പറയാം ഞാൻ. അതായത് ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം നമ്മള് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നമ്മൾ ആവശ്യപ്പെട്ടത് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പണി പെട്ടെന്ന് കഴിഞ്ഞാൽ ബാധിക്കുന്നത് ആരെയാണ്? മാംഗ്ലൂരിലോ ഒരുപാട് മാംഗ്ലൂർ ഹോസ്പിറ്റൽസിനെയും മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. 100% മതി. കാരണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാര് എവിടെ പോകും? ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിലേക്ക് പോകും, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ മംഗലാപുരത്തേക്കുള്ള ഒരു ഒഴുക്ക് നിൽക്കും. അപ്പൊ ആ ഒഴുക്ക് നിൽക്കുമ്പോൾ മംഗലാപുരത്ത് 1000-500 കോടിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളെ ബാധിക്കും. ചിലപ്പോൾ ഇതിന്റെ തോന്നലായിരിക്കാം, ചിലപ്പോൾ ഇതൊരു സത്യമായിരിക്കാം. പക്ഷെ 13 കൊല്ലമൊക്കെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക എന്ന് പറയുന്നതിന് സാങ്കേതിക തടസ്സം ഒരു ഉത്തരമല്ല, സാമ്പത്തിക തടസ്സം ഒരു ഉത്തരവല്ല, ഒരു ഗൂഢാലോചനയാണ് ഉത്തരം. കാരണം മനഃപൂർവമായ കൃത്യമായിട്ടുള്ള ഒരു കോൺസ്പിറൻസി ഉണ്ട്. അതൊരു ലോബിയുടെ കോൺസ്പിറൻസി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാസർഗോഡിലെ ഒരുപാട് പേരാണ് കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടാണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതായത് കാസർഗോഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ തന്നെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യണം ഒരു നല്ല മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ. അത് മാത്രല്ല, അവിടെ വെച്ച് ഒരു ചികിത്സ നമുക്ക് നടത്തണമെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ആണ് ഒരു കുടുംബത്തിന് ആവശ്യമായി വരുന്നത്. അത് എല്ലാവർക്കും താങ്ങാൻ പറ്റണം എന്നില്ല. താലിമാല വരെ പണയം വെച്ചിട്ടാണ് ഓരോ കുടുംബങ്ങളും ചികിത്സ നടത്തി വരുന്നത്. അതിനിടയിൽ ഈ യാത്രക്കിടയിൽ പോലും 2 ടോൾ പ്ലാസകളാണ് ഒരു കാസർഗോഡ് ജനങ്ങൾക്ക് പണം അടയ്ക്കേണ്ടി വരുന്നത്. അതായത് തൽപ്പാടിയിലുള്ള ഒരു ടോൾ പ്ലാസയും കുമ്പള ആരിക്കാടിയിലുള്ള ഒരു ടോൾ പ്ലാസയും. ഈ കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ എന്ന് പറയുന്നത് 22 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് ഈ 2 ടോൾ പ്ലാസകളും വരുന്നത്. അതായത് സർക്കാരിന്റെ നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവിടെയുള്ള ടോൾ പ്ലാസകൾ പണം ഈടാക്കുന്നുള്ളത്. അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിന് ഈ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. കാരണം 22 കിലോമീറ്റർ പരിധിയിലാണ് കുമ്പള ആരിക്കാടിയിൽ നിന്ന് തലപ്പാടി ടോൾ ഉള്ളത്. ഹൈവേ ഫൈൻ റൂൾ ആക്ട് 8/1, 8/2 വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ടോളിൽ നിന്ന് മറ്റൊരു ടോളിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 60 കിലോമീറ്റർ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നെസസറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാലിക്കേണ്ടതില്ല. ഇപ്പൊ കോടതിയിൽ ഈ പറയുന്ന NHAയുടെ അഭിഭാഷകൻ വളരെ ക്ലിയർ ആയിട്ട് പറയും, സാർ നമുക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ പണി തീർന്നിട്ടില്ല, അപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ ടോള് വേണം. അപ്പൊ ആ ഇനി നെസസറി എന്ന് പറയുന്ന നിയമത്തിൽ ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിക്കും. പക്ഷെ അതേസമയം 8/1 ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നഗര പരിധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 10 കിലോമീറ്റർ എങ്കിലും എവിടെ വേണം? ഒരു ടോളിന് ഡിസ്റ്റൻസ് ഉണ്ടാവും. കുമ്പള ഒരു നഗരമാണ്. ആ നഗരത്തിൽ നിന്ന് ടോള് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ ദൂരമില്ല. അപ്പൊ ആ നിയമത്തിന് തെറ്റാണ്. അപ്പൊ ആടെ ഇനി നെസസറി ഉണ്ട്. ഇനി പറ്റിയില്ലെങ്കിൽ 5 കിലോമീറ്റർ പാലിച്ചാൽ മതി. ആ 5 കിലോമീറ്റർ പാലിക്കുന്നില്ല. അപ്പൊ നിയമപ്രകാരം ഈ 8/1 നമുക്ക് അനുകൂലമാണ്. ഇനി എന്തും ആയിക്കൊള്ളട്ടെ, ഒരു ടോൾ ഉണ്ടാക്കുമ്പോൾ പൊതുവിൽ പാലിക്കേണ്ട മാനദണ്ഡം എന്താണ്? ജനങ്ങൾക്ക്, അവിടെയുള്ള ലോക്കൽ, അതായത് സാധാരണ മനുഷ്യന്മാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി ഒന്ന്, സർവീസ് റോഡ് ഉണ്ടാവും. സർവീസ് റോഡില്ല, നല്ല രീതിയിലുള്ള സർവീസ് റോഡില്ല. 2, അവിടെ ഒരു അണ്ടർ പാസേജ് വേണം. അണ്ടർ പാസേജ് ഇല്ല, അത് പുഴയ്ക്ക് മുമ്പാണുള്ളത്. അപ്പൊ പുഴ കടന്നിട്ട് പുഴയിൽ തോണിയിലൂടെ ഫോട്ടോ ചെയ്ത് വെച്ചാൽ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ നിയമത്തിന്റെ കണ്ണിൽ തന്നെ നീതിയുണ്ട്. ആ നീതി കാണേണ്ട ഇടമാണ് കോടതി. അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലമാണ് കോടതി. അവിടെ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും പാണ്ഡ്യവിക്കൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അവർ കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനം. ഒരു 10 ദിവസം മുമ്പ് അവിടെ വെച്ചിട്ട് വലിയ ജനക്കൂട്ടം കൊണ്ട് നമ്മൾ സമരം നടത്തി. അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി, ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി. അത് എന്തെങ്കിലും നമുക്ക് അനുകൂലമായ ഒരു നിയമത്തിന് 100% അതൊക്കെ കോടതി അതൊക്കെ പരിശോധിക്കും. കാരണം ജനങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി സമരം ചെയ്യുന്നത് പോലെയല്ല പൊതുജനം സമരം ചെയ്യും. പാർട്ടി സമരം ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ജനം ഒരു ഒന്നിച്ചുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനർ ഇല്ലാതെ സമരം ചെയ്യുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ആർക്കൊന്നും ഉദ്ദേശിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ജനത്തിനതിൽ നേട്ടമില്ല. ജനത്തിനതിലുള്ള ഒറ്റ നേട്ടം എന്താണ്? ടോൾ കൊള്ള. അപ്പൊ ഈ ടോൾ എന്ന് പറയുന്നത് തന്നെ ഒരു അനീതിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടാണ്, റോഡ് ടാക്സ് അടിച്ചിട്ടാണ് നമ്മൾ വണ്ടി റോട്ടിലേക്ക് ഇറക്കുന്നത്. ആ റോഡ് ടാക്സ് അടിച്ച വാഹനത്തിന്
വീണ്ടും പാർട്സ്, അതിന്റെ സാധനങ്ങൾ പാർട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ GST അടിക്കാം. എന്നിട്ട് നമ്മൾ ടോളും കൂടി അടിക്കണമെന്ന് ചെല്ലുന്നതിനേക്കാൾ വലിയ അനീതി ഈ ലോകത്ത് വേറെ എന്താണെന്ന്. ഇത് കൊള്ളയാണ്, ജനങ്ങളെ കൊള്ളയടിക്കാണ്. പകൽക്കൊള്ള പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരെ കൊള്ളയടിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം. അതാണ് ഞാൻ ഈ ടോളിനെ കാണുന്നത്. ഇത് ആവശ്യമില്ല, അനാവശ്യമാണ്. റോഡ് അത്യാവശ്യമാണ്, ടോള് അനാവശ്യമാണ്. സാറിന്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ വീഡിയോസ് കാണുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഫൈസൽ. 16-കാരനായ ഫൈസൽ, എന്താ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ടു പോയ ഫൈസൽ. അതിനെ കുറിച്ച് അതെന്താണ് സംഭവം? ഫൈസൽ എന്ന് പറയുന്നത് ഒരു നോവാണ്. ഫൈസൽ എന്ന് പറയുന്നത് നമ്മുടെ ജനത്തോടുള്ള ചിതിയുടെ ഏറ്റവും പുതിയൊരു വേർഷനാണ് ഫൈസലിന്റെ മരണം. ഫൈസലിൻ്റെത് ഒരു മരണമെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഫൈസലിൻ്റെത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ. നമ്മുടെ നാട്ടിൽ നടന്ന, കാസർഗോഡ് ജില്ലയിൽ നടന്ന ഏറ്റവും ഒടുവിലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറാണ് ഫൈസലിന്റെ മരണം. 16 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട സംഭവം വളരെ ഗൗരവമേറിയതും, ആ ഗൗരവമേറിയതിനേക്കാൾ അപ്പുറത്ത് അതിന് കാരണക്കാരായിട്ടുള്ള സംവിധാനങ്ങൾക്കെതിരെ സ്വമേധയ ഇവിടെയുള്ള കോടതികൾ കേസെടുക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഫൈസലിന്റെ മരണം. 16 വയസ്സുകാരന് കരട് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അവന്റെ കയ്യിൽ അത് മാറ്റിവെക്കാൻ പൈസയില്ല, അവന്റെ കുടുംബത്തിന്റെ കയ്യിൽ അത് മാറ്റിവെക്കാൻ പൈസയില്ല. സ്വാഭാവികമായിട്ടും അവൻ ആശ്രയിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റത്തെയാണ്. ആ സിസ്റ്റം എവിടെയാണ്? ഒരു സിസ്റ്റം ഇല്ല. അവന്റെ ബ്രദർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവൻ ചെന്നു കയറാത്ത സർക്കാരിന്റെ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. അവസാനം എന്ത് ചെയ്തു? അവന്റെ കുടുംബം ഈ നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നില്ല. വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തിന്റെ ഭാഗമാകുന്ന അവന്റെ കുടുംബത്തിന് അവസാനം അവന്റെ മുഖം കാണിച്ച് തെരുവിൽ വന്നിട്ട് ബാക്കിയുള്ള മനുഷ്യരോട് യാചനാരൂപത്തിൽ പണം ചോദിക്കേണ്ട ഒരു ഗതികേട് ആരാണ് ഉണ്ടാക്കിയത്? ഇവിടുത്തെ ഭരണ സംവിധാനമാണ്, ഇവിടുത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്തത് ഒരു വലിയ ക്രൂരതയാണ്. ഫൈസലിന്റെ മരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറാണ്. അങ്ങനെ തന്നെ വേണം പറയാൻ. അത് സാധാരണഗതിയിലുള്ള സംഭവമല്ല. കുട്ടികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുക ഇത് തോന്നിവാസമാണ്. കുട്ടികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നത് എത്ര ഗൗരവമേറിയ വിഷയമാണ്. അവരെവിടെയാണ് പോകേണ്ടത്? ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കില്ല അനിയന്മാർ. നമ്മുടെ കുട്ടിക്കാണ് ഇത് സംഭവിച്ചു, നിങ്ങൾ എന്ത് സംഭവിക്കും? ജനം ഇറങ്ങാത്തതിന്റെ പ്രശ്നമാണ്, ജനം തെരുവിലേക്ക് ഇറങ്ങാത്തതിന്റെ പ്രശ്നമാണ്. ഫൈസലിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങി ശബ്ദിക്കണമായിരുന്നു. എവിടെയായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത്? 16 വയസ്സുകാരൻ ഇങ്ങനെ ഒരു വിഷയമുള്ളത് സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയില്ലേ? വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇതിനെതിരെ ശബ്ദിക്കണം എന്നുള്ളതാണ്. അവർ സാധാരണ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മാറ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പൊതുവെ നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ട് ശീലിച്ചൊരു കാര്യമാണ് അടക്കോളൂ. അതല്ല ആക്ച്വലി. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് മൂഡില്ല, ഓൺലി മാനുവൽ മൂഡാണ്. മാറ്റം ഉണ്ടാക്കലാണ് വേണ്ടത്. മാറ്റം ഉണ്ടാക്കേണ്ട ആളുകൾ ആ സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മാറ്റത്തോടൊപ്പം ചേരണമെന്നുള്ളതാണ്. ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ ചേഞ്ചിനോടൊപ്പം നിൽക്കാൻ, അപ്ഡേറ്റ് ആവാൻ ജനം തയ്യാറാണ്. അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഒന്നുമല്ല. ജനം മനസ്സിലാക്കും ഈ സംഭവങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കണം, അതെന്താ അങ്ങനെ? എന്തുകൊണ്ടാ 16 വയസ്സുകാരന് ഫൈസൽ മരണപ്പെട്ടത്? എവിടെയാണ് ഫൈസലിന് ചികിത്സ കിട്ടാണ്ടായത്? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാറില്ലേ? നിങ്ങൾ ഒരു ദിവസം മൊബൈൽ ഫോണിൽ ഡാറ്റ ഇല്ലെങ്കിൽ അത് റീചാർജ് ചെയ്യാൻ ചിന്തിക്കാറില്ലേ? നിങ്ങൾ എന്തെങ്കിലും പല്ല് തുടക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങോ? കുളിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങോ? ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങോ? ഇല്ലല്ലോ. മുടി വളർന്നാൽ, താടി വളർന്നാൽ അത് കട്ട് ചെയ്യാതിരിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുന്ന അനീതി കാണുമ്പോൾ അത് കട്ട് ചെയ്യാൻ, അത് മുറിച്ചു മാറ്റാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ തോന്നലുകളിലും എന്തോ പ്രശ്നമുണ്ടെന്ന് സ്വയം വിലയിരുത്തണം. ഞാൻ ഒരു സ്വാർത്ഥനാണ്, സെൽഫിഷ് ആണെന്ന് സ്വയം ചിന്തിക്കേണ്ട അവസ്ഥ വരും. പൊതുസമൂഹത്തിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങണം. ശബ്ദമുയർത്തുന്ന ആളുകൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ശബ്ദമായി മാറണം. ഇപ്പോ മെഡിക്കൽ കോളേജ് സമരം നടത്താൻ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആ സമരത്തിനോടൊപ്പം നിൽക്കുക, കൂടെ നിൽക്കുക. ഇതൊരു മാറ്റമാണ്, ഇതൊരു റെവല്യൂഷനിലേക്ക് ചിലപ്പോൾ പോയേക്കാം, ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. എല്ലാം വിജയിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നാളെ ഈ സമരം അപ്പാടെ പരാജയപ്പെട്ടേക്കാം.
ആളുകളില്ലാതെ ഞാനോ ഒരു 10-50 പേരോ മാത്രമായിട്ടുള്ള ഒരു സമരമായേക്കാം. ചിലപ്പോൾ വിപ്ലവം നടന്നേക്കാം. 1000ങ്ങളും 2000ങ്ങളും ചേരുന്ന മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇവിടെ ഒരു തോന്നലുണ്ട്. എന്താ തോന്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളുകളിൽ എനിക്ക് എന്റെ മനസ്സിനോട് പറയാൻ പറ്റും, ആത്മാർത്ഥമായി അന്തസ്സോട് കൂടിയിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള തിന്മ കണ്ടപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. എന്റെ കൂടെ നിൽക്കാത്തവരുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല എന്നൊരു തോന്നലിൽ എനിക്ക് ആശ്വസിക്കാൻ പറ്റും. 27ന്റെ സമരം ചിലപ്പോൾ എന്റെ ഈ ജീവിതത്തിൽ, എന്റെ പൊതുസമൂഹ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു എൻഡാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു തുടക്കമാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കും. ഇനി ഇങ്ങനെ ഒരു സമരം, ഇനി ഇങ്ങനെ ഒരു പരിപാടി എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഞാൻ ചിലപ്പോൾ തീരുമാനിച്ചേക്കും. കാരണം ഒരു മാസമായി ഞാൻ ഇതിലെ വെക്കാം. ഞാൻ എന്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ല, ഞാൻ ജോലി ചെയ്യുന്നില്ല. ഞാൻ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന എന്റെ ഭാര്യ, എന്റെ കുട്ടി, അവർക്കുള്ള സമയമാണ് ഞാൻ മാറ്റിവെക്കുന്നുള്ളത്. സോ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ എന്റെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ, ആ ഇമ്പോർട്ടന്റിന്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ പ്രവർത്തിക്കുമ്പോൾ, അതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ ഒരർത്ഥത്തിലും കിട്ടുന്നില്ല. നോ, എനിക്ക് ആക്ച്വലി എനിക്ക് ദുബായി പോവാം, എനിക്ക് സെറ്റിൽ ആവാം, എനിക്ക് UK പോവാം, എനിക്ക് എവിടെ പോകാനുള്ള സംവിധാനവും നിലവിൽ എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനത്തിന് അപ്പുറത്തേക്ക് ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറ്റണം. ആ മാറ്റത്തിന്റെ ഒരു ഭാഗത്ത് ഞാൻ ഉണ്ടാകണം. That's it. നമ്മുടെ കാസർഗോഡ് ഒരുപാടധികം ജനപ്രതിനിധികളുണ്ട്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരുപാട് MLA മാരുണ്ട്. പക്ഷെ അവരൊന്നും ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് എനിക്ക് കണ്ടിട്ടില്ല. 1-2 ചുരുക്കം പേര് മാത്രമേ അതിന്റെ കാര്യത്തിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, MLA-മാര് പലരും ഇടപെട്ടിട്ടുണ്ട്, ഇടപെടാത്തവരുണ്ട്. ഇടപെടേണ്ടതുപോലെ ഇടപെടാത്തവരുണ്ട്. ഇടപെട്ടിട്ടുണ്ട് പേരിന്, പക്ഷെ ഇടപെടേണ്ടതുപോലെ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇടപെടേണ്ടതുപോലെ ഇടപെട്ടിട്ടില്ല. ഇവിടെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെ യൂത്താണ്, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ നാട്ടിലെ എല്ലാ കലക്ടറേറ്റ് മുതൽ, നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മുതൽ എല്ലായിടത്തും ഒന്ന് കണ്ണോടിച്ച് നോക്കി. ഏത് നാട്ടുകാരാണ് നമ്മുടെ നാട്ടിലുണ്ട്? പുറത്ത് ജില്ലയിലുള്ള ആൾക്കാരാണ്, നമ്മുടെ നാട്ടുകാരുണ്ട്. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ബദിയടുക്കയിൽ നിന്നുള്ള, എൻമകജയിൽ നിന്നുള്ള, പുത്തികയിൽ നിന്നുള്ള, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഒരു ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് എപ്പോഴേ പൂർത്തീകരിക്കുമായിരുന്നു. ഇത് ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, ഇടുക്കിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. അവനെങ്ങനെയാണ് വരുന്നത്? എങ്ങനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകാം എന്നുള്ള ചിന്തയിലാണ് അവൻ വരുന്നത്. പിന്നെ ആ ചങ്ങായിക്ക് എങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ഇനി മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ച കുറെ മനുഷ്യന്മാരുണ്ട്, കുറെ ഡോക്ടർമാരുണ്ട്. അവരിൽ പലരും ഇന്ന് ജില്ലയിലെ അറിയപ്പെടുന്ന കോർപ്പറേറ്റ് ആശുപത്രികളിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, സംവിധാനത്തിൽ ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള തോന്നൽ. വിപ്ലവം ഉണ്ടാകും. തെരുവുകളിൽ വിപ്ലവം ഉണ്ടാവാത്തിടത്തോളം കാലം, തെരുവുകളിൽ ശബ്ദങ്ങൾ ഉയരാത്തിടത്തോളം കാലം, തെരുവുകളിൽ മുദ്രാവാക്യങ്ങളിൽ ഉയരാത്തിടത്തോളം കാലം, വിപ്ലവം സൃഷ്ടിക്കാത്തിടത്തോളം കാലം ഒരു മാറ്റവും ഒരു കാലത്തും ഒരു ലോകത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തെരുവിൽ നിന്നാണ്. ആ തെരുവിൽ നിന്ന് തുടങ്ങണം. അവിടെ നിന്നാണ് റവല്യൂഷൻ ഉണ്ടാകുന്നത്. വിപ്ലവം ഓട്ടോമാറ്റിക് മൂഡല്ല, മാനുവൽ മൂഡാണ്. അത് ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തി. കഴിഞ്ഞ കുറെ കാലങ്ങളായി കാസർഗോഡിലെ അവസ്ഥകൾ എടുത്തു നോക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ വലിയ രീതിയിലുള്ള അവഗണനകളാണ് ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ അവഗണനകൾ നേരിടേണ്ടതിന്റെ ആവശ്യമല്ലോ? അല്ല, ഒരു ആവശ്യമില്ല. ജനം ഇത്തരം കാര്യങ്ങളിൽ ജനം കാണിക്കുന്ന ഒരു മൗനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്ധനം. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഡീസലും പെട്രോളും ജനത്തിന്റെ സൈലൻസ് ആണ്. ആ സൈലൻസ് മൂഡിൽ നിന്ന് ജനം ലൗഡ് മൂഡിലേക്ക് മാറിയാൽ മതി, മാറ്റങ്ങൾ ഉണ്ടാവും. ജനം ഒരു പ്രാവശ്യം തെരുവിലേക്ക് ഇറങ്ങി നോക്കി, മാറ്റം തനിയെ 100% മാറ്റം വരും. ജനം, ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം തെരുവിലേക്ക് ഇറങ്ങുക, രാഷ്ട്രീയ പാർട്ടിയുടെ ബാനർ ഇല്ലാതെ ഒറ്റ പ്രാവശ്യം തെരുവിലേക്ക് ഇറങ്ങുക, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തനിയെ നടന്നു പോകും. എന്ത് ചെയ്താലും വിജയിക്കും എന്ന ധാരണ മാറണം. ചെയ്തില്ലെങ്കിൽ വിജയിക്കില്ല എന്ന ബോധം ഉണ്ടായാൽ മതി, ഉണ്ടാക്കി കൊടുത്താൽ മതി. ജാനുവരി 27 എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലുള്ള സമരമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ജനകീയ ബദൽ, ജനകീയ സമരം. പൊതുജനം തെരുവിലിറങ്ങണം, ഒരു ജനകീയ ബദൽ ഉണ്ടാകും.
ജനകീയ ബദലിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് ജനകീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരിക്കാം. മെഡിക്കൽ കോളേജ് പോലെയുള്ള, എയിംസ് പോലെയുള്ള ജില്ലക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ സംവിധാനങ്ങളും കിട്ടേണ്ട ഒരു വലിയ പോരാട്ടമായിരിക്കണം. അതിനൊരു ജനകീയ സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവമാണ് 27 സമരത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. വളരെ മാന്യമായിട്ടു പ്രതിഷേധം ഉറപ്പിക്കുക എന്നതിനപ്പുറത്ത് വളരെ മാന്യമായ രീതിയിൽ ഉയർന്ന ശബ്ദത്തോടു കൂടി നമ്മുടെ ശബ്ദം അധികാരികൾ കേൾക്കുന്നതോടൊപ്പം തന്നെ അതിനൊരു ഉത്തരം കിട്ടുന്നത് പോലെയുള്ള ഒരു പുതിയ രീതി ഈ സമരത്തിലൂടെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. താങ്ക് യു. ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, ഒരു പാർട്ടിയുടെയും കൊടി പിടിക്കാതെ ഒരു സമരം വിജയിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് കുട്ടിയായിരിക്കുന്നതാണ് തോന്നുന്നത്. 2009 10 എനിക്ക് കറക്റ്റ് അറിയില്ല. ഫേസ്ബുക്കിൽ തീർത്തൊരു വിപ്ലവം ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ വിപ്ലവം. ചരിത്രത്തിൽ സോഷ്യൽ മീഡിയ റവല്യൂഷന്റെ ആദ്യ തുടക്കമായിരുന്നു. അവരാരും ഒരു പാർട്ടിയുടെ ആളുകളായിരുന്നില്ല. നമ്മുടെ ടോൾ ഗേറ്റ് സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഒരു കുടിയുടെ നിറത്തിന്റെയോ ജാതിയുടെയോ പേരിൽ വന്ന ആളുകളല്ല, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന ആളുകളാണ്. നമ്മുടെ തെറ്റായ ഒരു തോന്നൽ എന്താണെന്നറിയോ? കേരളത്തിലെ ഈ വരുന്ന 4-5 കോടി വരുന്ന ജനങ്ങളൊക്കെ ഏതെങ്കിലും പാർട്ടിക്കാരാണെന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ? ഇല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകും. ഇല്ല. കാലങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബം ആർക്കെങ്കിലും വോട്ടിടുന്നുണ്ടാകും എന്നതിനപ്പുറത്ത് നിങ്ങളുടെ രാഷ്ട്രീയമല്ല. രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരെക്കാൾ, നേതാക്കന്മാരെക്കാൾ ശക്തരാണ്, അല്ലെങ്കിൽ ഫലം കൂടുതലാണ്, എണ്ണത്തിൽ കൂടുതലാണ് പൊതുജനം എന്ന് പറയുന്ന സത്യം. ആ സത്യം തെരുവിലിറങ്ങുന്ന സമയത്ത് അസത്യങ്ങൾ കുഴിച്ചുമൂടും, അസന്മാർഗികൾ മാറിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇനഫ്. താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ ഇത്രയും വാല്യുബിൾ ആയ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്, നമ്മുടെ പോഡ്കാസ്റ്റിൽ സാർ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതിന്. എനിക്ക് അതിനേക്കാൾ വലിയ കാര്യമായിട്ട് തോന്നുന്നത് നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാര് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സംഘടിപ്പിക്കാൻ വരുന്നു. എന്നേക്കാൾ എത്രയോ പ്രായം കുറവുള്ള നിങ്ങളിൽ ഒരു വലിയ മാറ്റത്തിന്റെ കാഴ്ചപ്പാട് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതിനേക്കാൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഒരു വലിയൊരു ടീം ബാക്കപ്പ് ആയിട്ട് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. താങ്ക് യു സോ മച്ച്.